മുല്ലപ്പൂവൊക്കെ വെച്ച് സുന്ദരിയായി പോകുമ്പോൾ നവ്യ ഈ പൂവ് ഇത്ര പൊല്ലാപ്പുണ്ടാക്കും എന്ന് കരുതിയിട്ടുണ്ടാവില്ല. എന്തുകൊണ്ടാണ് നവ്യ നായർക്ക് ഇത്തരത്തിൽ ഓസ്ട്രേലിയയിൽ പിഴ ഈടാക്കിയത് എന്നുകൂടി നമുക്ക് നോക്കണം. ഓസ്ട്രേലിയയുടെ പ്രധാനപ്പെട്ട ഒന്നാണ് ജൈവ സുരക്ഷാ നിയമം എന്ന് പറയുന്നത്. ജൈവ സുരക്ഷാ നിയമം മൂലമാണ് അത് കാരണമാണ് നവ്യയ്ക്ക് ഇത്തരത്തിൽ വലിയൊരു തുക പിഴ ചുമത്തുകയും ചെയ്തിരുന്നത്. മുല്ലപ്പൂ ഉൾപ്പെടെയുള്ളവ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത് തടയുന്നുണ്ട്. മുല്ലപ്പൂ എന്നല്ല, വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ചെടികളും അത്തരത്തിൽ ഉള്ള പൂക്കളും എല്ലാം ഓസ്ട്രേലിയയിലേക്ക് കൊണ്ടുവരുന്നതിന് അവിടെ വിലക്കുണ്ട്. പരിസ്ഥിതിയെ ദോഷകരമായി ബാധിക്കുന്ന സൂക്ഷ്മജീവികളെ അതുപോലെ അതിൽ നിന്നും രോഗങ്ങളൊക്കെ കൂടെ കൊണ്ടുവരാം എന്നതിനാലാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരത്തിൽ നിയമം കർശനമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഇത്തരം സൂക്ഷ്മജീവികളൊക്കെ ഓസ്ട്രേലിയയിലെ കൃഷി, വനം തുടങ്ങിയവയെ നശിപ്പിക്കാൻ കാരണമാകും എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത്. സസ്യങ്ങളോ സസ്യഭാഗങ്ങളോ ഇത്തരത്തിൽ പൂക്കളോ ഒന്നും കൊണ്ടുവരുന്നതിന് അവിടെ അനുവാദമില്ല. കൃഷി, വനം തുടങ്ങിയവയൊക്കെ നശിപ്പിക്കുന്നതിനും അവിടുത്തെ തദ്ദേശീയമായ സസ്യജന്തുജാലങ്ങൾക്ക് ഭീഷണിയാകുന്നതിനുമൊക്കെ കാരണമാകും എന്നതുകൊണ്ടാണ് ഈ നിയമം കർശനമായി നടപ്പാക്കുന്നത്. മറ്റ് രാജ്യങ്ങളിൽ നിന്നും പലപ്പോഴായി ഇത്തരത്തിൽ പൂക്കളിലൂടെ ആയാലും അല്ലെങ്കിൽ ചെടികളിലൂടെ ആയാലും ഒക്കെ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഓസ്ട്രേലിയൻ സർക്കാർ ഇത്തരത്തിൽ കടുത്ത തീരുമാനം വർഷങ്ങൾക്ക് മുൻപേ തന്നെ എടുത്തത്. പക്ഷേ നവ്യ നായർക്ക് ഇത് അറിയില്ലായിരുന്നു എന്നതുകൊണ്ടാണ് ഇത്തരത്തിലൊരു അമളി പറ്റിയത്. അപ്പോൾ ഓസ്ട്രേലിയയിലേക്ക് യാത്ര ചെയ്യുന്നവർ സൂക്ഷിക്കുക. പൂക്കൾ പാടില്ല, ചെടികളുടെ ഏതെങ്കിലും ഭാഗങ്ങൾ, വിത്തിനങ്ങൾ ഒന്നും തന്നെ കൊണ്ടുപോകാൻ അവിടെ അനുമതിയില്ല. തദ്ദേശീയമായ സസ്യങ്ങളോ അല്ലെങ്കിൽ മറ്റ് സസ്യഭാഗങ്ങളോ ഒക്കെ മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റൂ. അതായത് ഇവിടെ നിന്നൊരു കപ്പക്കൊള്ളി കൊണ്ടുപോയി നമുക്ക് അവിടെ കപ്പ നടാം എന്ന് കരുതിയാൽ അത് പറ്റില്ല എന്നർത്ഥം.